OSPF എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? സോ ഒരു സിമ്പിൾ ആയിട്ടും വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഓവർവ്യൂ ആണ് ഇതിനകത്ത് പറയുന്നത്. ഇതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലോട്ട് നമുക്ക് വരാം. ഇപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് പറയുന്നത്. സോ ഫസ്റ്റ് നെയ്ബർ ഡിസ്കവറി ആണ്. അപ്പം റൗട്ടേഴ്സ് ഹലോ പാക്കറ്റ് അയക്കും, അതിന്റെ ആ ഒരു നെയ്ബേഴ്സിന് അയച്ചു കൊടുക്കും. അപ്പം എല്ലാവരും മറ്റേ പോക്കി പോലെ ഹലോ എന്ന് പറഞ്ഞ് തിരിച്ച് റിപ്ലൈ കൊടുക്കും. എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവര് വൺസ് ആ ഒരു അഡ്ജസ്റ്റൻസി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് കൊടുക്കും, ഇവരുടെ ഇൻഫർമേഷൻസ്, അതായത് ഒരു ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് സെൻഡ് ചെയ്യും. അപ്പോൾ ലിങ്ക് സ്റ്റേറ്റ് അഡ്വർടൈസ്മെന്റ് അവരുടെ ഇന്റർഫേസസും കോസ്റ്റും നെയ്ബേഴ്സിന്റെയും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കും. ഇത് ഷെയർ ചെയ്യും. ഇത് ഷെയർ ചെയ്ത് കഴിയുമ്പം എല്ലാ റൗട്ടേഴ്സും അവരുടെ ഒരു ലിങ്ക് സ്റ്റേറ്റ് ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. സോ ഈ ഒരു ലിങ്ക് സ്റ്റേറ്റ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന ഇൻഫർമേഷൻ, നെയ്ബേഴ്സിന്റെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഡേറ്റാബേസ് അത് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു ഡേറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കിന്റെ ആ ഒരു റൗട്ടിങ്ങിന്റെ കംപ്ലീറ്റ് ഒരു മാപ്പ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, ഒരു ടോപ്പോളജി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ ഈ ഒരു ലിങ്ക് സ്റ്റേറ്റ് ഡേറ്റാബേസ് വെച്ചുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിജിസ്ട്രാസ് അത് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം റൺ ചെയ്യും. റൺ ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് റൗട്ട് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റൂട്ടുകൾ കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടൊരു റൗട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു റൗട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ റൗട്ടിംഗ് ടേബിൾ വെച്ചിട്ടായിരിക്കും ഈ ഒരു OSPFന്റെ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു OSPF വർക്ക് ചെയ്യുന്നതിൻ്റെ ഷോർട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ.